അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ഭർത്താവിനെ കൊന്നുകളഞ്ഞ് അയാളുടെ ശവശരീരത്തിന് മുകളിൽ 2 ദിവസം കിടന്നുറങ്ങിയ അഫ്രീൻ എന്ന 22-കാരിയുടെ കഥയാണ് നാം ഇന്ന് പറയുന്നത്. മുംബൈയിലെ ദഹിസർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശം. അവിടെ ഒരു വാടക വീട്ടിൽ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുപോയിരുന്ന 2 ആളുകൾ, നദീം എന്ന 31-കാരനും അഫ്രീൻ എന്ന 22-കാരിയും പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന ഭാര്യയും ഭർത്താവും. 2 പേരും പരസ്പരം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. കുടുംബങ്ങളുടെ സമ്മതമില്ലാതിരുന്നിട്ട് പോലും അവർ 2 പേരും ഒന്നായി ജീവിക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള തുണി ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് തൻ്റെ പ്രിയപ്പെട്ടവളെ പൊന്നുപോലെയായിരുന്നു നദീം നോക്കിയിരുന്നത്. ഒരു ദിവസം മാസ സാലറി കിട്ടിയപ്പോൾ പ്രിയപ്പെട്ടവൾക്കൊരു സമ്മാനവുമായി ഒരു മൊബൈൽ ഫോണുമായി നദീം വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നത് കേവലം ഒരു മൊബൈൽ ഫോൺ മാത്രമായിരുന്നില്ല, അവരുടെ ജീവിതത്തിലെ വില്ലനായിരുന്നു. അന്നു മുതൽ അഫ്രീൻ ഫോണിന് അടിമപ്പെടുകയാണ്. ഓരോ ദിവസവും മണിക്കൂറുകളാണ് അഫ്രീൻ ഫോണിൽ ചെലവഴിച്ചത്. ചാറ്റിംഗ് ആയി, കോളിംഗ് ആയി, സോഷ്യൽ മീഡിയകളായി, പുതിയ ഫ്രണ്ട്സുമായി അവൾ ദിവസത്തിലെ വലിയ മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിച്ചു. പല സമയത്തും നദീം അഫ്രീനെ ശാസിച്ചുകൊണ്ടേയിരുന്നു. അവസാനം പരസ്പരം തർക്കിച്ച് കലഹിച്ച് ഓരോ ദിവസവും കടന്നുപോയി. സ്നേഹത്തോടുകൂടെ പോയിരുന്ന കുടുംബം ഇപ്പോൾ എല്ലാ ദിവസവും ഈ മൊബൈൽ ഫോണിന്റെ പേരും പറഞ്ഞ് തർക്കമാണ്. നദീം എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചു. പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരാളുമായി പ്രണയത്തിലായിരിക്കുന്നു. ഇപ്പോൾ അഫ്രീന് നദീമിനെ കണ്ടുകൂടാ. നദീമിനോട് സംസാരിക്കാൻ അവൾക്ക് സമയമില്ല. മണിക്കൂറുകളുടെ ഫോൺ കോളിങ്ങും മണിക്കൂറുകളുടെ ചാറ്റിങ്ങുമായി ഓരോ ദിവസവും കടന്നുപോയി. ഇതിന്റെ പേരും പറഞ്ഞ് എല്ലാ ദിവസവും തർക്കമാണ്. അവസാനം അഫ്രീൻ ഒരുപാട് ചിന്തകൾക്ക് ശേഷം ആ കടുത്ത തീരുമാനമെടുത്തു. തൻ്റെ ജീവിതത്തിൽ നിന്ന് നദീമിനെ ഒഴിവാക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഒരു ദിവസം രാത്രി നദീം ജോലി കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പതിവ് പോലെ ഫോണിൻ്റെ പേരും പറഞ്ഞ് തർക്കമായി. അവസാനം ഭക്ഷണം കഴിച്ച് അവശനായി നദീം കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവൻ്റെ അടുത്ത് അഫ്രീനും കിടന്നു. ഉറക്കം വരുന്നില്ല. പതിരാത്രി സമയം, 12 മണി സമയം, 1 മണി സമയം കണ്ണടച്ചു. അഫ്രീൻ ഉറക്കം വരുന്നില്ല. പ്രഭാത സമയമാകാൻ നേരത്ത് ഏകദേശം 4 മണിയായപ്പോൾ അഫ്രീൻ കണ്ണു തുറന്നു. തൻ്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന ഒരു നൈലോണിന്റെ കയറെടുത്ത് പ്രിയപ്പെട്ടവന്റെ കഴുത്തിൽ കെട്ടി മുറുക്കി വലിച്ചു. താൻ മരിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ, തൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെ വധിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ നദീം മരണത്തിന് കീഴടങ്ങി. ഇനി മൃതദേഹം എന്തു ചെയ്യും? പോലീസിനെ ഭയപ്പെടുത്തിയ, പോലീസിനെ ഞെട്ടിച്ച സംഭവം ഇനിയാണ് നടക്കുന്നത്. തങ്ങൾ കിടന്നുറങ്ങിയിരുന്ന കട്ടിലിന്റെ ഇടയിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. അഫ്രീൻ ബെഡെടുത്ത് അതിലുണ്ടായിരുന്ന തുണികളൊക്കെ മാറ്റി അതിലേക്ക് നദീമിന്റെ മൃതദേഹം അമർത്തി അടച്ചു വെച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തു. അഫ്രീൻ എഴുന്നേൽക്കുന്നു, ഭക്ഷണമുണ്ടാക്കുന്നു, പല്ല് തേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, TV കാണുന്നു, മൊബൈൽ ഫോണിൽ കോളിങ്ങും ചാറ്റിങ്ങുമായി ആ ദിവസം ഇങ്ങനെ കടന്നുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അവൾ കതകുകളും ജനാലകളും അടച്ചിട്ടു. വീടിന്റെ ഉള്ളിൽ ചന്ദനത്തിരികൾ കത്തിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നദീമിന്റെ കൂട്ടുകാരും ജോലി സ്ഥലത്ത് നിന്നും വീട്ടിൽ നിന്നും പല ആളുകളും നദീമിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഉത്തരമില്ലെന്ന് കണ്ടപ്പോൾ നദീമിന്റെ കുടുംബത്തിൽ നിന്ന് നദീമിന്റെ പ്രിയപ്പെട്ടവരും നദീമിന്റെ സഹോദരനും നദീമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നദീമിന്റെ സഹോദരൻ അഫ്രീനോട് ചോദിച്ചു, നദീം എവിടെ? അവൾ പറഞ്ഞത് ജോലി അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ്. അയാൾ ചോദിച്ചു, ഇവിടെ എന്താണ് ഒരു ദുർഗന്ധം? അവൾ പറഞ്ഞത് എലി ചത്ത മണമാണ്. എന്തൊക്കെയോ അസ്വാഭാവികത തോന്നിയ നദീമിന്റെ സഹോദരൻ പോലീസിൽ കേസ് കൊടുത്തു. പോലീസ് വന്നു. അങ്ങനെ വീട് മുഴുവനും മരിച്ചുപെറുക്കി. അവസാനം നദീമും അഫ്രീനും കിടന്നുറങ്ങിയ ബെഡ്റൂമിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി ചെന്നു. അതിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ദുർഗന്ധം. അയാൾ ആ ബെഡെടുത്ത് മാറ്റിയപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സ് മരവിച്ചുപോയി. ഇവരന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നദീം എന്ന് പറയുന്ന 31-കാരനായ മനുഷ്യന്റെ മൃതശരീരം, ശവശരീരം ചീഞ്ഞളിഞ്ഞ നിലയിൽ കട്ടിലിനുള്ളിൽ കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അഫ്രീനെ വിളിച്ചു. അഫ്രീൻ, എന്താണിത്? നിങ്ങളുടെ ഭർത്താവല്ലേ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് ജോലിക്ക് പോയി എന്ന് നിങ്ങൾ പറഞ്ഞത്? അയാളുടെ മൃതശരീരമല്ലേ ഈ കിടക്കുന്നത്? അഫ്രീന്റെ മുഖം ആകെ വിളറി വെളുത്തു. അവൾ പറഞ്ഞു,
നദീമിനെ കുറച്ച് കള്ളന്മാർ വന്ന് കൊലപ്പെടുത്തിയതാണ്. എന്നാൽ പോലീസിന് അതൊന്നും വിശ്വാസയോഗ്യമായ വാക്കുകളായിരുന്നില്ല. അങ്ങനെ അഫ്രീനെ അറസ്റ്റ് ചെയ്യുകയാണ്. അഫ്രീൻ നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. എന്തിനാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, എന്തിനാണ് കൊന്നതെന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി എനിക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നായിരുന്നു. എങ്ങനെയാണ് കൊന്നത് എന്ന് ചോദിച്ചതിന് അവൾ നൈലോൺ കയർ ഉപയോഗിച്ചാണ് കൊന്നത്. എന്നിട്ട് മൃതശരീരം എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചത് എന്നായിരുന്നു അഫ്രീന്റെ മറുപടി. പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിനിടയിൽ മൊബൈൽ ഫോൺ വില്ലനായി കടന്നു വരുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതൊന്ന് സർവ്വസാധാരണമാണ്. അവിഹിത ബന്ധങ്ങൾ, തകർത്ത് കളയുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങൾ, പല ആളുകളുടെയും ജീവനുകൾ. നാം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു ലിമിറ്റ് വേണം. ആ ലിമിറ്റിന് പുറമേ നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഇവിടെ അഫ്രീൻ സന്തോഷത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് കിരാതമായ ഒരു പ്രവർത്തനമായിരുന്നു, പ്രിയപ്പെട്ടവനെ കൊന്നുതള്ളുക എന്നത്. ഇതുകൊണ്ട് അഫ്രീൻ നേടിയതെന്താണ്? ഇതുകൊണ്ട് അഫ്രീന് കിട്ടിയതെന്താണ്? ജയിലാണ്. മൊബൈൽ ഫോൺ വില്ലനാകുന്ന നമ്മുടെ കുടുംബങ്ങൾ, വിശ്വാസം തകർക്കപ്പെടുന്നു, അവിഹിത ബന്ധങ്ങളിലേക്ക് നാം കടന്നുപോകുന്നു, സംശയങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും സൗഹാർദ്ദവും എന്നും നിലനിൽക്കട്ടെ. അവിഹിത ബന്ധങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.